അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുക്കറിൽ മൈദ കൊണ്ട് ഒരു അടിപൊളി കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കേക്കിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കപ്പ് കേക്കിൻ്റെ അതേ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഒരു ഫുൾ ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അളവുകൾ എടുക്കുന്നത് ഈ ഒരു ഒറ്റ പാത്രത്തിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. പിന്നെ 3/4 ഗ്ലാസ് പഞ്ചസാര, 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ, 1/4 ഗ്ലാസ് ഇളം ചൂടുള്ള പാല്, 1/4 ടീസ്പൂൺ വാനില എസൻസ്, ഒരു മുട്ട. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച മുട്ട എടുക്കാൻ പാടില്ല. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും 4 ഏലക്കായും, പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ആദ്യം തന്നെ നമുക്ക് ഈ 1/4 ഗ്ലാസ് പാലിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ആ വിനാഗിരി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഈ പഞ്ചസാരയും ഏലക്കായും ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അതായത് ഇപ്പം നമ്മൾ നല്ല ഫൈനായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൈദയും പിന്നെ നേരത്തെ എടുത്തു വെച്ച ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് നല്ലപോലെ ഇതൊന്ന് അരിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ 3 വട്ടം അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് എന്തിനെങ്ങനെ അരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഈ പൊടികളൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടാനാണ്. ഇനി നമുക്ക് നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ഏലക്കായിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചു വയ്ക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. ഇനി അത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇതിപ്പം നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒന്നും കൂടി നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇതും നമ്മളിപ്പം നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ പൊടി പകുതി ഇട്ട് കൊടുക്കുക. ഇനി നേരത്തെ എടുത്ത് വെച്ച ആ പാലും വിനാഗിരിൻ്റെ മിക്സ്ചർ അതിലേക്ക് പകുതി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നല്ലപോലെ അടിച്ചെടുക്കാം. ഇനി അതിലേക്ക് ബാക്കിയുള്ള ആ പൊടിയും പിന്നെ പാലും വിനാഗിരിൻ്റെ മിക്സ്ചറും ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കാം. ഇനി നമ്മൾ ബേക്ക് ചെയ്യേണ്ട പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. സൈഡിലും അടിയിലും ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് കേക്കിൻ്റെ ആ ബാറ്റർ പകുതി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്നിട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ ബാക്കി ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ബാക്കി അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ടാപ്പ് ചെയ്യണം. ഇനി നമുക്ക് കുക്കർ അടുപ്പത്ത് വെക്കാം. എന്നിട്ട് ഇതേപോലത്തെ എന്തെങ്കിലും ഒരു പാത്രം ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ഇടാണ്ട് പ്രീഹീറ്റ് ചെയ്യുക. 5 മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറക്കാം.
ഇനി നമ്മൾ നേരത്തെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച പാത്രം കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഒരു 35 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അതിലാദ്യം നമ്മൾ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് വെക്കണം. പിന്നീട് മാത്രമേ 35 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാൻ പാടുള്ളൂ. ഇപ്പം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സിമ്മാക്കി കൊടുക്കാം. ഇപ്പം നമുക്ക് 35 മിനിറ്റ് ആയിട്ടുണ്ട്. 35 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് ഓഫാക്കിയിട്ട് ഇത് പുറത്തേക്ക് എടുക്കാം. നമ്മുടെ കേക്ക് ഇവിടെ നല്ലപോലെ പൊന്തിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ വെന്തിട്ടുണ്ടോ എന്നറിയാൻ നമുക്ക് ഇങ്ങനെ ഒരു ഇത് വെച്ച് കുത്തി വെക്കാം. അപ്പോൾ ഒന്നും ഇങ്ങനെ പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ അത് നല്ലപോലെ വെന്തു എന്നാണ്. അതേപോലെ ഒരു 4 സൈഡിൽ നമുക്ക് കുത്തി വെക്കാം. ഇനി ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. നമ്മുടെ കേക്ക് ഇപ്പോൾ ഇവിടെ നല്ലപോലെ തണുത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് വിടിയിപ്പിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കേക്ക് നല്ല പാകമായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ടീ കേക്കിൻ്റെ പാകത്തിന് മുറിച്ച് കൊടുക്കാം. ഇതിപ്പം നല്ലപോലെ വെന്തിട്ടൊക്കെ ഉണ്ട്. ഉള്ളൊക്കെ കറക്റ്റ് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ കേക്കിൻ്റെ പോലെ തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.